1948 ആരംഭിക്കുന്ന നമ്മുടെ ജനകീയ ഭരണത്തിൻ്റെ നേതൃസ്ഥാനത്ത് നിന്ന നേതാക്കന്മാരിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിമാരിൽ പ്രധാനമന്ത്രിമാരിൽ 5 പേര് ഓരോ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. പട്ടം താണുപിള്ള മുതൽ VS അച്യുതാനന്ദൻ വരെയുള്ള മുഖ്യമന്ത്രിമാരിൽ 5 പേർ ഓരോ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. അവരുടെ ജീവിതത്തിലെ ഒരേ ഒരു പരാജയമാണത്. എങ്കിലും അതിനെക്കുറിച്ച് നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാം. തിരുവിതാംകൂറിലെ അനിഷേധ്യനായ രാഷ്ട്രീയ നേതാവാണ്. ആദ്യം കോൺഗ്രസ് നേതാവായും പിന്നീട് സോഷ്യലിസ്റ്റ് നേതാവായും തിരുവിതാംകൂർ ജനതയുടെ മനസ്സ് കവർന്ന അല്ലെങ്കിൽ തിരുവിതാംകൂർ ജനതയുടെ എല്ലാമായ നേതാവാണ് പട്ടം താണുപിള്ള. അദ്ദേഹത്തിൻ്റെ സ്വന്തം തട്ടകമായ തിരുവനന്തപുരത്ത് ഒരു തവണ പരാജയപ്പെട്ടു. മണ്ഡലത്തിലാണ് അദ്ദേഹം സ്ഥിരമായി മത്സരിച്ചുകൊണ്ടിരുന്നത്. തിരുവനന്തപുരം 1 എന്ന നിയമസഭാ മണ്ഡലത്തിൽ 1948-ലും 52-ലും 54-ലും 57-ലും 60-ലും അദ്ദേഹം മത്സരിച്ചു. ഈ നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരിക്കലും അദ്ദേഹം തോൽക്കുകയോ പിന്നോട്ട് പോവുകയോ ചെയ്തിട്ടില്ല. എന്നാൽ 1957-ൽ നിയമസഭയിൽ മത്സരിക്കുന്നതോടൊപ്പം തന്നെ ലോക്സഭയിലും അദ്ദേഹം മത്സരിക്കാനിട വന്നു. ലോക്സഭയിൽ അദ്ദേഹം തോറ്റുപോയി. അതും ഒരു പുതുമുഖ നേതാവായ ഇടതുപക്ഷ പാർട്ടിയുടെ CPI-യുടെ പിന്തുണയോടുകൂടി മത്സരിച്ച ഈശ്വരയ്യർ എന്ന ഒരു ചെറുപ്പക്കാരന് മുന്നിലാണ് ഈ വലിയ സ്റ്റാൾവാർട്ടായ പട്ടം താണുപിള്ള തോറ്റുപോയത് 1957-ൽ തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ. ഇതിന് 2 കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, അതിന് തൊട്ട് മുമ്പാണ് 1955-ലെ അഗസ്തീശ്വരം വെടിവയ്പ് നടക്കുന്നത്. ആ വെടിവയ്പ്പിൻ്റെ ഭാഗമായി അതിഭീകരമായ കമ്മ്യൂണൽ റിഫ്റ്റ് ഉണ്ടാക്കാൻ നേശമണിക്കും കൂട്ടർക്കും സാധിച്ചു. പട്ടം താണുപിള്ള അദ്ദേഹത്തിൻ്റെ സമുദായ ആൾക്കാരെ കൊന്ന് കുഴിച്ചു മൂടുകയാണെന്ന് വരെ പ്രചരണം നടത്തി. ആകെ 6 പേരാണ് ആ വെടിവയ്പ്പിൽ മരിച്ചത്. പക്ഷേ ആയിരക്കണക്കിന് ആൾക്കാരെ കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞ് പ്രചരണം നടത്തി. എല്ലാ കാലത്തും തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിലെ നിർണായകമായ ഒരു വോട്ടിംഗ് ശക്തിയാണ് നാടാർ കമ്മ്യൂണിറ്റി. ഈ നാടാർ കമ്മ്യൂണിറ്റിയുടെ വിരോധം ഒരു കാരണമാണ് പട്ടം താണുപിള്ളയുടെ പരാജയത്തിന്. രണ്ടാമത്, അദ്ദേഹത്തിൻ്റെ ആൾക്കാർ തന്നെ അദ്ദേഹത്തെ തോൽപ്പിച്ചു എന്ന ഒരു കഥയും പറയുന്നുണ്ട്. അതായത് പട്ടം താണുപിള്ള സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിൽക്കണം, കേന്ദ്രത്തിൽ പോയി ഒന്നും ചെയ്യണ്ട, നമുക്കിവിടെ അദ്ദേഹത്തെ വേണം എന്ന ഒരു വീക്ഷണത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ തന്നെയാണ് അദ്ദേഹത്തെ തോൽപ്പിച്ചത് എന്ന ഒരു വിലയിരുത്തലും ഈ കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. രണ്ടായാലും പട്ടം താണുപിള്ള തൻ്റെ ജീവിതത്തിൽ ഒരു പരാജയം നേരിട്ടു എന്നുള്ളതാണ് വസ്തുത. അതുപോലെ 55-ൽ പട്ടം താണുപിള്ളയ്ക്ക് പിന്നാലെ തിരുക്കൊച്ചിയുടെ മുഖ്യമന്ത്രിയായ നേതാവാണ് പനമ്പിള്ളി ഗോവിന്ദമേനോൻ. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ അനിഷേധ്യ നേതാവ്, കൊച്ചി പ്രദേശത്തെ കോൺഗ്രസിൻ്റെ എല്ലാ കാലത്തെയും വലിയ നേതാക്കളിൽ ഒരാളെന്നൊക്കെ ഉള്ള രീതിയിൽ അതിപ്രഗത്ഭ